സാർ, ഇപ്പോൾ ഗവർണർക്ക് ഇന്ത്യൻ പ്രസിഡന്റിന് എതിരെ ചില നിലപാടുകൾ, ചില ചർച്ചകൾ ഇതൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അതൊന്ന് റിവ്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. എന്താ സാർ ഇതിൻ്റെ ഒരു അന്തസത്ത? അതായത് ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിധി പ്രസ്താവിച്ച സന്ദർഭത്തിൽ തന്നെ ഞാൻ വിചാരിച്ചതാണ്, എന്തായാലും ഇത് റിവ്യൂ ചെയ്യുന്നതല്ല, വിധി റദ്ദ് ചെയ്യേണ്ട വിധിയാണ്. റിവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ മോഡറേറ്റ് ആയിട്ടുള്ളൊരു വാക്കാണ്. അതല്ലാതെ റദ്ദ് ചെയ്യണം, അത് അസ്ഥിരപ്പെടുത്തേണ്ട വിധിയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള ഒരു വിധി പ്രസ്താവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫലത്തിൽ ഭരണഘടന അമെൻമെൻറ്റ് നടത്തിയേക്കാണ്. ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയേക്കാണ്. ഭരണഘടനയിൽ ഭേദഗതി വരുത്താൻ പാർലമെൻറ്റിന് മാത്രമാണ് അവകാശം, സുപ്രീം കോടതിക്കില്ല. പാർലമെൻറ്റിൽ അനുച്ഛേദം 368 അനുസരിച്ചിട്ട് ഇതിൽ ഭേദഗതി വരുത്താം. എന്തുകൊണ്ടാണ് ഭേദഗതി വരുത്തി എന്ന് പറയുന്നത്? ഭേദഗതി വരുത്തി എന്ന് പറയുന്നത്, രാഷ്ട്രപതിക്ക് പാർലമെൻറ്റ് ഒരു ബില്ല് പാസ്സാക്കി കൊടുത്ത 3 അധികാരങ്ങൾ, വിവേചനാധികാരമുണ്ട്, 3 എണ്ണമാണ് ഉള്ളത്. 1 അത് പാസ്സാക്കി കൊടുക്കാം, 2 അത് പിടിച്ചു വെക്കാം, 3 അത് ചില നിർദ്ദേശങ്ങളോടെ പാർലമെൻറ്റിന് മടക്കി കൊടുക്കാം. ഈ 3 നിർദ്ദേശങ്ങൾ, ഈ 3 അധികാരം പറഞ്ഞിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് 3 മാസത്തിനുള്ളിൽ അത് പാസ്സാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പാസ്സാക്കിയതായി കണക്ക് കൂട്ടും എന്നാണ് ഈ വിധിയിൽ പറയുന്നത്. അപ്പോൾ ഭരണഘടനയിൽ ആ ഭാഗം അമെൻമെൻറ്റ് നടത്തി. ഇതേ കാര്യം തന്നെയാണ് ഗവർണർക്കും ഉള്ളത്. ഗവർണർക്ക് അസംബ്ലി പാസ്സാക്കുന്ന എല്ലാ ബില്ലും ഗവർണർ അംഗീകരിക്കണമെന്ന് ഒരിടത്തും നിയമമില്ല. ഇപ്പം നാളെ ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യം ഒരു അസംബ്ലി അംഗീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അംഗീകരിക്കണം എന്നാണോ സുപ്രീം കോടതി പറയുന്നത്? അത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. സുപ്രീം കോടതിയും ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും എല്ലാം ഭരണഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് ഭരണഘടന നൽകുന്ന അധികാരങ്ങൾ ഉപയോഗിച്ച് മാത്രം പ്രവർത്തിക്കേണ്ട ഒന്നാണ്. ഓരോരുത്തർ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യം ഭരണഘടന വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിന് അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ അതിർവരമ്പുകൾ കടക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്തു ചെയ്തു? പാർലമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജനകീയ അധികാരം തട്ടിപ്പറിച്ചെടുത്തുകൊണ്ടാണ് എന്തു ചെയ്തിരിക്കുന്നത്? സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ഇത് പാർലമെൻറ്റിനും വെറുതെ ഭരണഘടന അമെൻമെൻറ്റ് നടത്താൻ പറ്റില്ല. 3/2 ഭൂരിപക്ഷം രാജ്യസഭയിലും ലോക്സഭയിലും വേണം. അപ്പോൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ എത്ര ശ്രദ്ധാപൂർവമാണ് ആ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തു വച്ചിട്ടുള്ളത്. 3/2 ഭൂരിപക്ഷം വേണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഭരണഘടന എഴുതി ഉണ്ടാക്കിയത് ഇന്ത്യക്കാരായ നമ്മളാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യക്കാരായ നമ്മൾ എഴുതി നമുക്ക് സമർപ്പിച്ച് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭരണഘടനയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ നമുക്കാണ് അവകാശം. അത് ജനകീയ അവകാശമാണ്. പക്ഷേ ഇടയ്ക്ക് കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞ് ഇതിനൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്, ആ ബേസിക് സ്ട്രക്ചർ മാറ്റാനേ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതും റബ്ബിഷാണ്. എന്താ കാരണം? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യയാണ് ഇങ്ങനെ ഒരു കാര്യം എഴുതി ഉണ്ടാക്കിയതെന്നുണ്ടെങ്കിൽ അവർക്കത് മാറ്റാനും അവകാശമുണ്ടല്ലോ. അതെ, അല്ലാതെ പിന്നെ ദൈവദത്തമല്ലല്ലോ ഇത്. ദൈവദത്തമായിട്ടുള്ളൊരു കാര്യമാണെന്നെങ്കിൽ മാറ്റാൻ അവകാശമില്ല. ഇന്ത്യൻ ഭരണഘടന ഭാഗ്യവശാൽ ദൈവദത്തമല്ല, നമ്മൾ ഇന്ത്യക്കാരുണ്ടാക്കിയതാണ്. ആ ഇന്ത്യൻ ജനതയ്ക്ക് നാളെ ഈ ഭരണഘടന പോരാ, വേറൊരു ഭരണഘടന വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അത്തരം ഒരു ഭരണഘടന ഉണ്ടാക്കാനുള്ള അവകാശമുണ്ടല്ലോ. അതില്ല എന്ന് സുപ്രീം കോടതി അന്ന് പറഞ്ഞു. അപ്പോൾ ഈ അധികാരത്തിൽ കൈകടത്തിയൊക്കെയാണ്. 1. 2, സുപ്രീം കോടതി
ബില്ലുകൾ അപ്രൂവ് ചെയ്ത് കൊടുത്തു. ഇവിടെ ഇരിക്കുന്ന ബില്ലുകൾ മുഴുവൻ പാസ്സാക്കിയതായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ബില്ല് ഒപ്പുവെച്ച് പാസ്സാക്കാൻ ഭരണഘടന അധികാരം കൊടുത്തിട്ടുള്ളത് ലോക്സഭയുടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രസിഡൻറ്റിനും സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിൽ ഗവർണർക്കുമാണ്. അപ്പോൾ പ്രസിഡൻറ്റും ഗവർണറും ചെയ്യേണ്ട ജോലി സുപ്രീം കോടതി ഏറ്റെടുത്തിട്ട് അങ്ങ് നടത്തി കൊടുക്കുകയാണ്. ഇതെന്താ വെള്ളരിക്കാപ്പെട്ടണോ? ഇതിലെന്തെങ്കിലും യുക്തിയുണ്ടോ? ഇവർക്ക് പറയാം, ഞങ്ങൾ ഇങ്ങനൊരു ടൈം ഫ്രെയിം നിശ്ചയിച്ചിട്ടുണ്ട്, ആ ടൈം ഫ്രെയിമിനകത്ത് നിങ്ങൾ തീരുമാനമെടുക്കണം, ആ തീരുമാനമെടുത്തില്ലെങ്കിൽ ഈ ബില്ലുകൾ പാസ്സാക്കിയതായി ഞങ്ങൾ പരിഗണിക്കണമെന്നാണ് വ്യവസ്ഥ, അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് പറയാം. കാരണം ഒപ്പുവെക്കേണ്ടത് ഗവർണറാണ്. ഭരണഘടന അനുസരിച്ച് ഗവർണർ ഒപ്പുവെച്ചാൽ മാത്രമേ ഒരു ബില്ല് നിയമമാകൂ സംസ്ഥാനത്ത്. അവിടെ പ്രസിഡൻറ്റും ഒപ്പുവെക്കണം. ഇത് ഗവർണറും പ്രസിഡൻറ്റും ഒപ്പുവെക്കേണ്ടതില്ല, ഞങ്ങൾ തീരുമാനിച്ചു എന്ന് 2 ജഡ്ജിമാരിരുന്ന് പറയാണ്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. അതായത് ഗവർണർ ചെയ്യേണ്ട കാര്യത്തിലേക്ക് ബലാത്കാരമായി കടന്നു ചെന്നുകൊണ്ട് ഗവർണറുടെ പണിയും കൂടി സുപ്രീം കോടതി ചെയ്തു. അത് പാടില്ല. എങ്ങനെയാണ് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇനി ഇതിനൊരു ടൈം ഫ്രെയിം വേണം. എന്തായാലും ഇപ്പം നാളെ അംബേദ്കറുടെ ജന്മദിനമാണ്. അംബേദ്കറെ പോലെയുള്ള മഹാബുദ്ധിമാന്മാരായ മനുഷ്യരിരുന്ന് ഫ്രെയിം ചെയ്തതാണ് നമ്മുടെ ഭരണഘടന. എന്തായാലും അംബേദ്കറേക്കാൾ നിയമപരിജ്ഞാനം ഉള്ളവരായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാരേക്കാൾ നിയമപരിജ്ഞാനം അംബേദ്കർക്ക് കുറവായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഞാനെന്നല്ല, ആരും കരുതില്ല. അവരെല്ലാം അങ്ങനെ വളരെ അന്ന് ഇന്ത്യയിൽ ലഭ്യമാകാവുന്ന പ്രഗത്ഭരായ നിയമജ്ഞന്മാരും സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്നൊരു കളക്റ്റീവ് വിസ്ഡത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭരണഘടന എഴുതിയുണ്ടാക്കിയത്. അവർ ഒരു ടൈം ഫ്രെയിം കൊടുത്തിട്ടില്ലെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകുമല്ലോ. അതെ, ഒരു കാരണം ഉണ്ടാകുമല്ലോ. ആ കാരണം ലംഘിച്ചുകൊണ്ട് ടൈം ഫ്രെയിം കൊടുക്കുകയാണ്. 3 മാസം, എന്താ അത് 6 മാസം ആകാൻ പാടില്ലേ, 1 മാസം ആകാൻ പാടില്ലേ, 15 ദിവസമായി. ഈ 3 മാസത്തിൻ്റെ സാങ്ക്ടിറ്റി എന്താണ്? അപ്പോൾ ആർബിറ്ററിയാണ്, തോന്നിയ രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പറയാനായിട്ട് നിയമമില്ല, യുക്തിയുമില്ല. ഒരാൾ ചെയ്യേണ്ട ജോലി അയാളെ കൊണ്ട് ചെയ്യിക്കണം. ഇപ്പം നാളെ ഇവർ ഈ കണക്കിന് സുപ്രീം കോടതി പോയിട്ട് ഹാർട്ട് സർജറി നടത്തുമല്ലോ. കാരണം ഇതെങ്ങനെ ചെയ്യണമെന്ന് പറയാനുള്ള വിവരം സുപ്രീം കോടതിക്കില്ലല്ലോ. അത് ഗവർണറുടെ പണിയല്ലേ. അതെ, അത് ഗവർണർ ചെയ്യുക, അല്ലെങ്കിൽ രാഷ്ട്രപതി ചെയ്യേണ്ടതല്ലേ. അവരൊരു സംവിധാനമില്ലേ. ആ സംവിധാനങ്ങളിലൂടെ ഇത് പരിശോധിക്കപ്പെട്ടിട്ട് വരണ്ടേ. ഇതൊന്നുമില്ലാതെ സുപ്രീം കോടതി അവർക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി അധികാരം കൊടുക്കുന്ന 142 146 അങ്ങനെ എന്തൊരു വകുപ്പ്, ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആ ആർട്ടിക്കിൾ അനുസരിച്ചിട്ടാണ് അവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അത്യപൂർവമായ സംഭവങ്ങളിൽ ഉപയോഗിക്കാനുള്ളൊരു ജീവൻ രക്ഷാ മരുന്ന് പോലത്തെ ഒന്നാണ്. ഇവർ എവരി നൗ ആൻഡ് ദെൻ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര് പോയി കഴിഞ്ഞാലും ഞങ്ങൾ അതിൻ്റെ പേരിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തെറ്റാണ്. ഭരണഘടനാ ലംഘനം 2. കാരണം എന്താണത്? ഭരണഘടന അനുസരിച്ചിട്ട് ആർക്കാണ് അധികാരം കൊടുത്തേക്കുന്നത്? അധികാരം കൊടുത്തേക്കണ ഗവർണർക്ക് മാത്രമേ ഒപ്പിടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഭരണഘടനാ വകുപ്പും ലംഘിച്ചിരിക്കുന്നു. ഇനി 3ാമത്തെ കാര്യം, പ്രസിഡൻറ്റ് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവാണ്. ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളും ഒരുമിച്ച് ചേർന്ന് തിരഞ്ഞെടുക്കുന്നതാണ് പ്രസിഡൻറ്റ്. ഗവർണർ സിലക്റ്റഡ് ആണ്. അപ്പോൾ ഇലക്റ്റഡ് ആയിട്ടുള്ള പ്രസിഡൻറ്റിനെയും സിലക്റ്റഡ് ആയിട്ടുള്ള ഗവർണറെയും സമീകരിച്ചുകൊണ്ടാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അവിടെ വിവേചനമില്ലേ. അതെ, കാരണം രാഷ്ട്രപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണറെ ഇംപീച്ച് ചെയ്യേണ്ട, ഗവർണറെ മാറ്റാം. എന്താ, അത് സിലക്റ്റഡ് ആണ്.
പ്രസിഡൻറ്റിനെ മാറ്റണമെങ്കിൽ ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താ കാരണം? കാരണം പ്രസിഡൻറ്റിന് ഭരണഘടന നൽകിയിരിക്കുന്ന വലിയ പദവിയും അംഗീകാരവും അധികാരവുമാണത്. ഇന്ത്യയിലെ പാർലമെൻറ്റ് ഈ രാജ്യത്തിന് വിരുദ്ധമായ ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ, അങ്ങനെ പാസ്സാക്കില്ല എന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ പാസ്സാക്കി കഴിഞ്ഞാൽ അത് ഭരണഘടനയുടെ നിത്യസംരക്ഷകൻ എന്ന നിലക്ക് അതിനെതിരെ നിലപാടെടുക്കേണ്ട വ്യക്തിയാണ് ആര്? പ്രസിഡന്റ്. അതുകൊണ്ടാണ് ഈ അധികാരം കൊടുത്തിരിക്കുന്നത്, പിടിച്ചു വെക്കാൻ. വിത്ത്ഹോൾഡ് ചെയ്യാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അത് പിടിച്ചു വെക്കാം. ആ പിടിച്ചു വെക്കാം എന്ന് കൊടുത്തിരിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് ലംഘിച്ചുകൊണ്ട് പിടിച്ചു വെക്കാൻ പാടില്ല എന്ന് ഇവർ പറയുന്നു. ഭരണഘടനാ ലംഘനമാണ്. എന്താ ഈ കണി ഇത് സുപ്രീം കോടതിക്ക് ആര് അധികാരം കൊടുത്തു? ഇനി ഇതും കഴിഞ്ഞാലും തീരുന്നില്ല. ഇവർക്കൊരു കാര്യം ആവശ്യപ്പെടാം, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇതിന് ഉചിതമായ നിയമം നിർമ്മിക്കാൻ പാർലമെൻറ്റിനോട് ആവശ്യപ്പെടാം. അതാണ് മര്യാദ. ജുഡീഷ്യൽ മര്യാദ എന്ന് പറഞ്ഞാൽ അതാണ്. പാർലമെൻറ്റിനോട് ആവശ്യപ്പെടാം, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അതൊരു എക്സിജൻസിയാണ്, ആ കാര്യത്തെക്കുറിച്ച് പാർലമെൻറ്റ് വിശദമായ ചർച്ച നടത്തി അടിയന്തരമായിട്ട് ഒരു നിയമം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടാം. പക്ഷേ അതല്ലാതെ ഞങ്ങൾ തന്നെ നിയമം നിർമ്മിക്കുന്നു, അവർ തന്നെ എക്സിക്യൂട്ടീവ് ആകുന്നു, അവർ തന്നെ എല്ലാം ചെയ്യുന്നു. ഇതെന്താ ഈ പറയുന്നത്? രണ്ട് പേരുടെ വിസ്ഡം, ഒരു രാജ്യത്തെ ജനത, അക്കാലത്തെ ജനങ്ങൾ ഒരുമിച്ചിരുന്ന് കളക്റ്റീവായിട്ട് എടുത്ത ഒരു തീരുമാനത്തെ രണ്ട് പേരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഒപ്പിച്ച് ലംഘിച്ചിരിക്കുന്നു എന്ന ഗുരുതരമായ കുറ്റമാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. ചെയ്തത് സുപ്രീം കോടതി ആയതുകൊണ്ട് കുറ്റമല്ലാതെ ആയിട്ട് മാറില്ല. അപ്പോൾ ഇതിൽ യുക്തിയില്ല, ബുദ്ധി തീരെയില്ല, നിയമത്തിൻ്റെ സ്പർശം പോലുമില്ല. അങ്ങനെ ഒരു വിധിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് റിവ്യൂ ചെയ്യപ്പെടില്ല, റദ്ദ് ചെയ്യണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.